Hello viewers, namaste, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader യൂസ് ചെയ്ത് കറക്റ്റ് ടൈമിൽ എൻട്രി എക്സിറ്റ് എങ്ങനെ ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ട്രേഡ് നിങ്ങളുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിയൽ ടൈമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്ത ശേഷം നമുക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി ഏത് ലെവലിൽ എക്സിറ്റ് ചെയ്യണം, അതിൻ്റെ സ്റ്റോപ്പ് ലോസ്, ഇതെല്ലാ ഡീറ്റെയിൽസും ആ സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് ഇൻഫോസിസിൻ്റെ മാർക്കറ്റാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വിളിക്കുക 9061973737 നമ്പർ താഴെ ഡിസ്പ്ലേ ഉണ്ട്. വാട്സപ്പ് മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ടും നമുക്ക് എന്താണ് ലൈവ് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ബുക്ക് ചെയ്യേണ്ട നമ്പറാണ് 9061973737. അപ്പം ഇതിനകത്ത് എങ്ങനെ സോഫ്റ്റ് സിഗ്നൽ തന്നിട്ട് അത് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ എടുത്ത് വെച്ചാൽ മതി. അതായത് സോഫ്റ്റ് തരുന്ന എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്ന ശേഷം അതെങ്ങനെ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇൻഫോസിക്സ് ഇൻട്രാഡേ വൈസ് ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ചെയ്യാം, സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം, അതനുസരിച്ച് ഇതിനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇതുണ്ട്, ആ തലേ ദിവസത്തെ ഒരു ബൈ സിഗ്നലിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. ആ തലേ ദിവസം മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ ആ പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതേ ബൈ ട്രെൻഡ് ആയിരുന്നു. ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെ സോഫ്റ്റ് ഒരു ബൈ സിഗ്നൽ തരില്ല, കാരണം ഓൾറെഡി ഇവിടെ ഒരു ബൈ ആക്റ്റീവാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൈ സിഗ്നൽ ആണല്ലോ കണ്ടിന്യൂ. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റർ ലെവൽ എപ്പം ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. റെസിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് റെഡ് സ്റ്റാർ ഇല്ലേ, അതാണ് അതിൻ്റെ റെസിസ്റ്റർ ലെവൽ. അപ്പോൾ താഴത്തെ ഈ ഒരു ബ്ലൂ വരുന്നില്ല, അത് സപ്പോർട്ട് ലെവലാണ്. കണ്ട ഇത് ഇവിടുത്തെ നമുക്ക് സെക്കൻഡ് ഈ ഒരു ലെവലിൽ അതിൻ്റെ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി. ആ ലെവൽ നമുക്കിവിടെ നോക്കുമ്പോൾ ആ ലെവൽ കാണാൻ പറ്റും. ആ ലെവലിനെ എപ്പം ബ്രേക്ക് ചെയ്യുന്ന മാർക്കറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇതിനെ ബൈ ചെയ്യായിരുന്നു. അപ്പോൾ നേരെ ബൈ ഓൾറെഡി കാണാം, നല്ല രീതിയിൽ കയറിപ്പോയി. ഇപ്പോൾ ഒരു ഫ്രഷ് സിഗ്നൽ വന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് സിഗ്നൽ എടുക്കാം. അതൊരു സെൽ സിഗ്നലാണ്. ഇവിടെ ഓൾറെഡി സെല്ല് വന്നിട്ടുണ്ട്. ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഇങ്ങനെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. ഇങ്ങനെ സിഗ്നൽ വന്നെന്നുള്ള ഇൻഡിക്കേഷൻ അലേർട്ട് വരും, സൗണ്ടും കേൾക്കാൻ പറ്റും, സെയിം ഡീറ്റെയിൽസ് മേഖല എഴുതി കാണിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ സിഗ്നൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സിഗ്നലും നമ്മൾ ട്രേഡ് എടുക്കല്, കാരണം എല്ലാം കൺഫേം ആയിരിക്കില്ല. അപ്പം നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ട്രേഡിങ്ങിനുണ്ടാകുന്ന റിസ്കിനെ ഒഴിവാക്കി നമുക്ക് ആ ലോസിനെ ഒഴിവാക്കി നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കൺഫർമേഷൻ ഉണ്ടെങ്കിലും ഒരു 80 to 90% നമുക്ക് അതിനകത്ത് ആക്യുറസി കിട്ടും, അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്യും. സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൺഫർമേഷൻ മാത്രമേ വേണ്ടിയുള്ളൂ. താഴെ നോക്കിയാൽ പ്രൈസ് ഇവിടെ സെൽ സോൺ എന്ന് എഴുതി കാണിക്കണം, പ്രൈസ് ഇൻ സെൽ സോൺ എന്ന് എഴുതിയും കാണിക്കണം. അതുപോലെ നമ്മൾ ഈ സിഗ്നൽ വന്നിരിക്കുന്ന ഈ ക്യാൻഡിലല്ലേ, അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യേണ്ട ഈ സെക്കൻഡ് ക്യാൻഡിലാണ്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് കാണിച്ചൊരു സോഫ്റ്റ്വെയർ അലേർട്ടിൽ. അപ്പോൾ അതെന്ന് വെച്ചാൽ സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ എൻട്രി ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യണം, താഴത്ത് നോക്കൂ, ആ താഴത്തെ ബാർ എന്തായിരിക്കണം, റെഡ് ആയിരിക്കണം. ആക്ച്വലി ഈ സെല്ലിംഗ് സിഗ്നൽ അനുസരിച്ച് പ്രൈസ് സെൽസോൺ ആയിരുന്നു, പക്ഷേ ബാർ കൺഫർമേഷൻ ഇല്ലായിരുന്നു. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഒട്ടും പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് നോക്കുക. നമുക്ക് ഈ കൺഫർമേഷൻ കിട്ടി ഈ ലെവലിലാണ്. ഈ ക്യാൻഡിൽ നമുക്ക് എൻട്രി ചെയ്യാം. അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ 1441 43 വരെ കയറിയിട്ടുണ്ട്. അതായത് നമ്മുടെ മാർക്കറ്റ് സോഫ്റ്റ്വെയർ ആക്ച്വലി തന്ന റേറ്റിൽ റൗണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റി. അവിടെ നിങ്ങൾക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ 43 ആണെങ്കിൽ ഇപ്പം നോക്കിയാൽ മാർക്കറ്റ് ഇന്ന് 24-ലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ സിഗ്നൽ വന്ന ടൈമിൽ നമുക്ക് എൻട്രി ചെയ്യാറുണ്ട്. കാരണം ഒന്നുമല്ല, സപ്പോർട്ടിനെ എടുത്തിട്ടാണ് മാർക്കറ്റ് സെല്ലിലോട്ട് വന്നത്. സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്നത് വെച്ചാൽ മാർക്കറ്റ് ഇറങ്ങി തന്നെ പോകാൻ ഒരു 99% മാർക്കറ്റ് ഇറങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഈ താഴത്തെ ബാർ ഇല്ലെങ്കിൽ കൂടി നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, താഴത്തെ ബാറും കൂടെ നമുക്ക് കൺഫേം ആവുന്ന ലെവലിൽ, ആ ലെവലെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി തന്ന 43 വന്നില്ല, ആ എൻട്രി ആ എറൗണ്ട് ആ പ്രൈസിൽ നിന്ന് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അവിടെ നോക്കിയേ 40 1440 40 70 1438 20 അതുപോലെ 1435 60 3 ടാർഗറ്റ് തന്നിട്ടുണ്ട്. ആ ടാർഗറ്റും കഴിഞ്ഞ് ഇപ്പം മാർക്കറ്റ് 24 വരെ താഴെ ഇറങ്ങിയായിരുന്നു. അതായത് നമ്മുടെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഒരു 80 to 90% നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കും. ഈ ഒരു സോഫ്റ്റ് നമ്മൾ 2009 തൊട്ട് ചെയ്യുന്നതാണ്. നമ്മൾ മാർക്കറ്റിലുള്ള 2009 തൊട്ട് മാർക്കറ്റിലുള്ള ഒരു സോഫ്റ്റ്വെയറാണിത്. നമ്മൾ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRD സ്റ്റാൻഡ് എടുത്ത് നമുക്ക് ഓഫീസുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരണമെങ്കിൽ ഡയറക്റ്റായിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളിത് മൊബൈലും ചെയ്യാം, സിസ്റ്റത്തിലും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ സിഗ്നൽ കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഇൻഡിക്കേഷൻ അലേർട്ട് വഴി ഇൻഡിക്കേഷൻ തരും. ഇതിൻ്റെ എക്സിറ്റ് ലെവലും സ്റ്റോപ്പ് ലോസ് അതായത് എക്സിറ്റ് ലെവലും സ്റ്റോപ്പ് ലോസും എല്ലാം ഓട്ടോമാറ്റിക്കലി താഴെ എഴുതി വരും. ഇതേ സ്ട്രാറ്റജി നമുക്ക് എല്ലാത്തിലും ഈ
ഞാൻ കാണിക്കുന്ന എല്ലാ മാർക്കറ്റും നമുക്ക് ഇതിനകത്ത് യൂസ്ഫുൾ ആണ്. അതായത് നമുക്ക് ഇതിനകത്ത് ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്, അതുപോലെ NSE ഫ്യൂച്ചേഴ്സ്, NSE ക്യാഷ് ആൻഡ് ഓപ്ഷൻസ്, കമ്മോഡിറ്റീസ്, പിന്നെ എല്ലാ മാർക്കറ്റും ഈ കാണുന്ന സ്ക്രീനിൽ വരുന്ന എല്ലാ മാർക്കറ്റിനും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം റിയൽ ടൈമിൽ വർക്ക് ചെയ്ത് നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ 80-90% ഇതിനകത്ത് വിന്നിങ് നമുക്ക് ആക്യുറസി ഉണ്ടാവും. ഇപ്പം ഞാൻ കാണിച്ച ലൈവിലാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൾ ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.